ഭുവൻ വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ. യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. എപ്പോഴാണ് നാം ആ അവസ്ഥയിൽ എത്തിയെന്നറിയുക? നാം എപ്പോഴാണ് യോഗ ആരൂഢനായി എന്നറിയുക? നാം ഒക്കെ ഇതാ കർമ്മയോഗം ചെയ്യുന്നു. ഇതിപ്പോൾ തുടങ്ങിയതല്ല. ഒരുപക്ഷെ ഈ ആശയം നിങ്ങളെല്ലാവരും വളരെ കാലം മുമ്പേ ഗ്രഹിച്ചിട്ടുണ്ടാവാം. പല ആചാര്യന്മാരിൽ നിന്നും പല ഗ്രന്ഥങ്ങളിൽ നിന്നും നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും എല്ലാം നിങ്ങൾ ഈ ആശയം ഗ്രഹിച്ചിട്ടുണ്ടാവാം. ആ ആശയത്തിനനുസരിച്ച് കഴിയുന്നത്ര വിധത്തിൽ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുപോകുന്നും ഉണ്ടാവാം. എങ്കിലും പൂർണ്ണമായിട്ടുള്ളൊരു സ്വാസ്ഥ്യം, മരണഭയത്തിൽ നിന്നുമുള്ളൊരു മോചനം, വീണ്ടും ഈ വേറെ ജന്മത്തിൽ വരുമോ എന്നുള്ളതായിട്ടുള്ള ആശങ്ക, ആന്തരികമായ സംഘർഷങ്ങൾ നമ്മെ വിട്ടുപിരിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നാം യോഗ ആരൂഢനായി എന്നറിയുക? ഇന്ന് നാം ആയിട്ടില്ല. ഒരു പക്ഷേ അതാവാനുള്ള യോഗ്യതയും ഇപ്പോൾ ഇല്ല. എങ്കിലും ആ ഒരു അവസ്ഥയെ ഞാൻ കൊതിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? സ്വാഭാവികമായിട്ടും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് അതിനെ അറിയാൻ ഒരാഗ്രഹമുണ്ട്. എന്താണ് ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മനുഷ്യന്റെ സ്ഥിതി? നാമും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഭഗവാൻ ഇവിടെ പറയുന്നു എങ്ങനെയാണ് അത് അറിയുക എന്നുള്ളത്. ഏതാ എപ്പോഴാണോ എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയാർത്ഥേഷു കർമ്മസു ന അനുഷജ്ജതേ. ഇന്ദ്രിയാർത്ഥം ലോകത്തിലെ നമ്മളുടെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള അനുഭവ രംഗങ്ങൾ, കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ അനുഭവങ്ങൾ. ഈ 5 തരത്തിലാണ് ലോകം നാം അനുഭവിക്കുന്നത്. ഒരു ഇന്ദ്രിയം നമുക്കില്ല എന്നിരിക്കട്ടെ, അത്രയും ലോകം നമുക്കില്ല. ചെവി ഇല്ലാത്ത ആൾക്ക് ശബ്ദപ്രപഞ്ചമില്ല. ചക്ഷുരിന്ദ്രിയം ഇല്ലാത്തതായിട്ടുള്ള ആൾക്ക് ദൃശ്യപ്രപഞ്ചമില്ല. ഒരു ഇന്ദ്രിയമില്ലാത്ത ആൾക്കോ പ്രപഞ്ചം തന്നെയില്ല. അപ്പോൾ ഇന്ദ്രിയാർത്ഥം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയം. ഇന്ദ്രിയാർത്ഥങ്ങളിൽ
വിഷയങ്ങളിൽ, അതുപോലെ തന്നെ കർമ്മസു, അവ നമുക്ക് അനുഭവിക്കുവാൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സുഖം, അതിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ആനന്ദത്തെ ആഗ്രഹിച്ചുകൊണ്ട് നാം പല കർമ്മങ്ങളും ചെയ്യുന്നു. ധനം ആർജിക്കുന്നു, സുഖഭോഗങ്ങൾ നേടുന്നു, പലതരത്തിലുള്ളതായിട്ടുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി പലതും നാം ആസൂത്രണം ചെയ്യുന്നു, പലതരത്തിലുള്ള കർമ്മവും ചെയ്യുന്നു. പലപ്പോഴും നാം നല്ല രീതിയിൽ, ധാർമ്മികമായ രീതിയിൽ ചെയ്യുന്നു, ചിലപ്പോൾ അതിന് വിരുദ്ധമായ രീതിയിലും ചെയ്യുന്നു. കർമ്മം എന്ന് വെച്ചാൽ ധർമ്മപരമായിട്ടുള്ളതുമാവാം, അധർമ്മപരമായിട്ടുള്ളതുമാവാം. അപ്പോൾ എപ്പോഴാണോ ഇന്ദ്രിയാർത്ഥേഷു കർമ്മസു ന അനുഷജ്യതേ, സ്വാർത്ഥപരമായിട്ടുള്ള ദാഹത്താൽ നമ്മളുടെ മനസ്സ് ചുറ്റുപാടും ഉള്ള വിഷയങ്ങളിൽ ആസക്തമാവാതിരിക്കുന്നത്. സർവസങ്കല്പ സന്യാസി മാത്രമല്ല, തൻ്റെ യഥാർത്ഥമായിട്ടുള്ള നില ആനന്ദമാണ്, അത് തൻ്റെ സ്വരൂപമാണ് എന്നുള്ളതായിട്ടുള്ള ബോധം തൻ്റെ മനസ്സിന്റെ ബഹിർമുഖത കുറഞ്ഞത് കാരണം തനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ആള് സമസ്ത സ്വാർത്ഥപരമായ സങ്കല്പങ്ങളെയും എന്നേക്കുമായി ത്യജിക്കുന്നു. സർവസങ്കല്പ സന്യാസി. അങ്ങനെയുള്ള ആളെ യോഗാരൂഢസ്തദോച്യതേ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആളെ യോഗാരൂഢൻ എന്ന് പറയുന്നു. നാം നിദ്രയിലോട്ട് പ്രവേശിച്ചു എന്നിരിക്കട്ടെ, എങ്കിൽ പിന്നെ നാം വല്ലതും ആഗ്രഹിക്കുന്നുവോ? നിദ്ര ആരൂഢനായി എങ്കിൽ പിന്നെ ഒന്നും തന്നെ നാം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ന്യൂനാധിക്യങ്ങളില്ല, ഉത്കൃഷ്ട അപകൃഷ്ട ഭാവങ്ങളില്ല. 3-4 ദിവസമായി ഒരു പക്ഷേ ആഹാരം കഴിച്ചിട്ട് എന്നിരിക്കട്ടെ, എങ്കിലും അത്യന്തം തളർന്ന് വിശപ്പോടുകൂടെ ഉറങ്ങിയെങ്കിൽ, അങ്ങനെയുള്ള ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണത്തിനോടുള്ളതായിട്ടുള്ള താല്പര്യമുണ്ടാവുകയില്ല. വിശപ്പില്ലാഞ്ഞിട്ടല്ല, പക്ഷെ താമ്പ ശാരീരിക തലത്തിലില്ല. ഉണർന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം വേണം, പക്ഷെ നിദ്രയിലുള്ളപ്പോൾ അദ്ദേഹത്തിനൊന്നും ആവശ്യമില്ല. ഇനി തൻ്റെ അടുത്തുകൂടെ ഒരു പാമ്പ് എഴിഞ്ഞു പോകുന്നു എന്നിരിക്കട്ടെ, താൻ അതിന് ഭയപ്പെടുമോ? ഇല്ല, ഭയമില്ല, വിശപ്പില്ല, താരതമ്യമില്ല, ആഗ്രഹമില്ല, യാതൊന്നും തന്നെയില്ല. എന്നാൽ അതേ സമയത്തോ താൻ ഏറ്റവും വലിയ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ഒരിക്കലും എന്ത് ലഭിച്ചു കഴിഞ്ഞാലും വീണ്ടും തൃപ്തനാവാത്തത്. നമ്മൾ ഓരോരുത്തരും സ്വയം സങ്കല്പിക്കുന്നു, ഇന്നത് കിട്ടുകയാണെങ്കിൽ, ഇന്നതൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള സ്ഥിതിയെക്കാട്ടിലും കൂടുതൽ നല്ല സ്ഥിതിയിൽ വരും എന്ന്. എന്നാൽ അതൊക്കെ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആൾക്കോ അങ്ങനൊരു സ്ഥിതിയുണ്ടോ? ഇല്ല. അവരും നമ്മെപ്പോലെ തന്നെ അസ്വസ്ഥരാണ്. ഇന്ദ്രനും വാരുണനും വായുവും ഒക്കെ വലിയ വലിയ പദവിയിൽ ഇരിക്കുന്നതായിട്ടുള്ള പ്രകൃതി ശക്തികളാണ്. അതുകൊണ്ടാണ് അവരും അസ്വസ്ഥരായിട്ട് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ളതായിട്ടുള്ള നില എന്താണ്? പരമമായിട്ടുള്ള ആനന്ദപ്രാപ്തിയാണ്. ആ പരമമായിട്ടുള്ള ആനന്ദം നാം ഓരോരുത്തരും അബോധപൂർവമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം ഏതൊക്കെ ലഭിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അസ്വസ്ഥത. ഇനിയും എന്തോ നേടാനുണ്ട്, ഇനിയും എന്തോ നേടാനുണ്ട്, ഇനിയും എന്തോ നേടാനുണ്ട് എന്നുള്ളതായിട്ടുള്ള ചിന്ത വീണ്ടും അവശേഷിക്കുന്നു. ഇതെപ്പോഴാണ് നിൽക്കുക? എപ്പോഴാണോ നമുക്ക് സത്യത്തെ പ്രാപിക്കുവാൻ സാധിക്കുക, അതുവരെ ഈ താരതമ്യം ഉണ്ടാവും. ഇനിയും നേടണം, ഇനിയും നേടണം എന്നുണ്ടാവും. നേടിയത് കൊണ്ടൊന്നും നമുക്ക് സംതൃപ്തി ഉണ്ടാവുകയുമില്ല. നാം നമ്മളുടെ ആ ഔന്നത്യത്തെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ നില എന്താണെന്ന് നമുക്കറിയാം. എല്ലാ ആനന്ദത്തെക്കാട്ടിലും വലിയ ആനന്ദം. ഭട്ടതിരിപ്പാടൊക്കെ പറയുന്നത് പോലെ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. അത് ഏതുപോലെയെന്ന് നമുക്ക് ഉപമിക്കാൻ സാധ്യമല്ല. ന ഉപമിതം, ഉപമാരഹിതം എന്ന്. സാന്ദ്രാനന്ദം, നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം. നിദ്രയിൽ നാം അനുഭവിക്കുന്നതായിട്ടുള്ള ആ സുഖം ഈശ്വരന്റെ രൂപമാണ്, സച്ചിദാനന്ദ രൂപമാണ്.
സ്വാഭാവികമായിട്ടും നാം ഉണർന്നുവെങ്കിൽ ഉടനെ തന്നെ നാം പലതിനെയും ആഗ്രഹിക്കുന്നു. അത് വേണം, ഇത് വേണം. അതായത് നിദ്രയിൽ അനുഭവിക്കുന്ന ആ ആനന്ദം നമ്മൾ അപ്പോൾ അറിയുന്നില്ല. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ആ ആനന്ദം ഇല്ലാതെ. കാരണം ആരാണോ ഉണരുന്നത് ആ ഉണരുന്ന ആള് തന്നെയാണ് ഇതുവരെ ആനന്ദമായിരുന്നത്. ഉണർന്നപ്പോ ഉടനെ മനസ്സിന്റെ തലത്തിൽ വന്നു. മനസ്സിന്റെ തലത്തിൽ വന്നപ്പോ ഇന്നത്തെ ദിവസത്തെ കർമ്മങ്ങളൊക്കെ ആദ്യം പല്ല് തേക്കണം, കാപ്പി കുടിക്കണം, ഈ വിചാരമായി. ഉടനെ തന്നെ ഒരു വിചാരം വന്നല്ലേ, ആ ആനന്ദം നിറഞ്ഞു. പിന്നെ കുളിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. സമയം 6:30 മണി, രാവിലെ 6:30 മണിക്ക് ധ്യാന ക്ലാസ്സിന് ഇവിടെ വരണം. രാവിലെ 6:30 മണിക്ക് എനിക്കും വരണം, നിങ്ങൾക്കും വരണം. സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിൽ പ്രശ്നോപനിഷത്ത്, നിങ്ങളുടെ മനസ്സിലോ പ്രശ്നോപനിഷത്ത്, അത് കേൾക്കുന്നതായിട്ടുള്ളവ. ഈ രണ്ടും പ്രശ്നോപനിഷത്ത് എന്ന ചിന്തയുടെ പ്രവാഹം വന്നതോടുകൂടെ അവിടെ എത്തേണ്ടതായിട്ടുള്ള തിരക്കായി, അതിനോടുള്ളതായിട്ടുള്ള ചിന്തകളായി. സ്വാഭാവികമായിട്ടും മനസ്സിന് സ്വാസ്ഥ്യം പോയി. ഇനി ഇവിടെ വരില്ലാന്നിരിക്കട്ടെ എന്നാ അവിടെ അതിനെക്കാട്ടിലും വലിയ ചിന്തയായിരിക്കും വീട്ടിലിരുന്ന പലതരത്തിലുള്ളവ. അപ്പൊ ഈ ചിന്താ പ്രവാഹം കൊണ്ട്, സങ്കല്പങ്ങളുടെ പ്രവാഹം കൊണ്ട് അനുഭവിക്കുന്നതായിട്ടുള്ള ആനന്ദത്തെ ഉണർന്നാൽ അറിയുന്നില്ല. അതിനെ സർവസങ്കല്പസന്യ അതിനെ ത്യജിക്കാൻ സാധിക്കണം. മനുഷ്യ മനസ്സ് അജ്ഞാതമായിട്ടുള്ളതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും നിങ്ങളോടൊരു പദാർത്ഥം ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് വേണോ എന്ന്. എന്തെങ്കിലും ഒരു പേര്, ഏതെങ്കിലും ഒരു റഷ്യനോ ലാറ്റിനോ ഫ്രഞ്ച് ഭാഷയിലോ ഞാനൊരു വാക്ക് പറയുന്നു എന്നിരിക്കട്ടെ, ഇത് വേണോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? എന്താ അത്? അതായത് അറിയാതെ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ സാധ്യമല്ല. അറിയുന്നത് മാത്രമേ നാം കൊതിക്കൂ, ആഗ്രഹിക്കൂ. അല്ലാത്തത് നാം ആഗ്രഹിക്കുകയില്ല. നമുക്കത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. അല്ല, നമുക്കത് അഹിതങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ തരികയാണെങ്കിലോ നമ്മൾ അതിനെ ആഗ്രഹിക്കുകയില്ല. നാം എല്ലാവരും ആനന്ദത്തെ ആഗ്രഹിക്കുന്നു. നാം അത് അറിഞ്ഞിരിക്കണം എന്നർത്ഥം. ഒരു വിധത്തിലുള്ള ആനന്ദവും നമ്മെ സംതൃപ്തിപ്പെടുത്തുന്നില്ല. കാരണം നാം ശരിയായിട്ടുള്ള ആനന്ദം അനുഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ആനന്ദം സത്യം മാത്രമാണ്. ആ സത്യത്തെ നാം ഉറക്കത്തിൽ അനുഭവിക്കുന്നു. പക്ഷെ ആ ആനന്ദം പിന്നീട് നഷ്ടപ്പെടുന്നു, ഉണരുന്നതോടുകൂടെ നഷ്ടപ്പെടും. നിദ്രയിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ആനന്ദത്തെ ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രായോഗികമാക്കണമെങ്കിൽ നമ്മളുടെ എല്ലാവിധത്തിലുള്ള ബഹിർമുഖമായ ചിന്തകളെയും ഇല്ലാതാക്കണം. അതിനാണ് ഇവിടെ സർവസങ്കല്പങ്ങളെയും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സർവസങ്കല്പങ്ങളെയും ഉപേക്ഷിക്കണമെങ്കിൽ മനസ്സിന് സംശുദ്ധി ഉണ്ടാവണം. അപ്പോൾ അർജുന, നമ്മുടെ മനോബുദ്ധികൾ എപ്പോഴാണോ ലൗകികങ്ങളായ നൈമിഷികങ്ങളായിട്ടുള്ള ലോകപദാർത്ഥങ്ങളിൽ ആസക്തിയോടുകൂടെ രഞ്ജിക്കാത്തത്, യഥാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വ അനുഷജ്ജതേ, അപ്പോൾ നമ്മുടെ എല്ലാവിധത്തിലുള്ള സ്വാർത്ഥ സങ്കല്പങ്ങളും നമ്മിൽ നിന്നും വിട്ടുപിരിയുന്നു. സർവസങ്കല്പ സന്യാസി, ആ സമയത്തെ അദ്ദേഹത്തെ യോഗാരൂഢൻ എന്ന് പറയുന്നു. യോഗാരൂഢ സ്തതോച്യതേ. അടുത്ത ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആധ്യാത്മിക തലത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ തലത്തിലും, എല്ലാ തലങ്ങളിലും വ്യാപൃതമാവേണ്ടതായിട്ടുള്ള, അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ശ്ലോകമാണ്. ജീവിത വിജയത്തിന് ഇത്രത്തോളം നമ്മെ പ്രായോഗികമായി ഉപദേശിക്കുന്നതായിട്ടുള്ള വേറെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഉപദേശമില്ല. സമസ്ത രംഗങ്ങളിലും എല്ലാ തലത്തിലുമുള്ളതായിട്ടുള്ള ജനങ്ങൾക്കും, മുതിർന്നവർക്കും, വിദ്യാർത്ഥികൾക്കും, വൃദ്ധർക്കും, അവശർക്കും, നിരാലംബർക്കും, എല്ലാവർക്കും ഏതേത് രംഗങ്ങളിൽ നാം പ്രവർത്തിക്കുന്നുവോ ആ രംഗങ്ങളിലൊക്കെ നമ്മെ ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ള മാർഗദർശനം ഉദ്ധരേത്.
ഉദ്ധരേതാത്മനാത്മാനം ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ ആത്മൈവ രിപുരാത്മനഃ. ജഗത്തിന്റെ മുഴുവനും ആധാരമായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവ് സർവേശ്വരൻ മനുഷ്യനെ പരിപൂർണമായിട്ടുള്ള സ്ഥിതിയിൽ എത്തിക്കുന്നതിന് ഉപദേശിക്കുന്നതായിട്ടുള്ള ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരാശയം. ഉദ്ധരേത് ആത്മനാത്മാനം, നിങ്ങൾ തന്നെ നിങ്ങളെ സമുദ്ധരിക്കൂ. ആത്മനാ ആത്മാനം ഉദ്ധരേത്, അവനവൻ തന്നെ അവനവനെ സമുദ്ധരിക്കണം. കാരണം ആധ്യാത്മികപരമായിട്ടുള്ള മുന്നേറ്റം തികച്ചും വ്യക്തിഗതമാണ്, സബ്ജക്റ്റീവാണ്. അതിനാർക്കും തന്നെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. മറ്റുള്ള എല്ലാ ഘടകങ്ങളും നമ്മെ ഒരളവോളം സഹായിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ആ സഹായങ്ങളുടെ അനുഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ഉയരേണ്ടത് നാം തന്നെയാണ്. അതിനാൽ ആത്മനാ ആത്മാനം ഉദ്ധരേത്, നിങ്ങൾ തന്നെ നിങ്ങളെ സമുദ്ധരിക്കൂ. ന ആത്മാനം അവസാദയേത്, ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ശപിക്കരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തളർത്തരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ക്ഷീണിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആത്മൈവ ആത്മനോ ബന്ധുവോ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധു. ആത്മൈവ രിപുരാത്മന, ആത്മന ആത്മൈവ രിപു, നിങ്ങളുടെ രിപു ശത്രു നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധു, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വ്യാസ മനസ്സിലൂടെ പോയ മനുഷ്യശാസ്ത്രത്തിന്റെ വസ്തുനിഷ്ഠമായ അപഗ്രഥനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള ആശയം ഇന്ന് നാം നമ്മളുടെ ചുറ്റുപാടുകളിൽ ഏത് രംഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നതായിട്ടുള്ള സമസ്ത ദുരന്തങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ജീവിതയാത്രയിൽ പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ വരും. ആ അനുഭവങ്ങളൊക്കെ ഏത് പ്രകാരമാണ് നാം അഭിമുഖീകരിക്കേണ്ടത്, ഏത് പ്രകാരമാണ് അത് നാം ഉൾക്കൊള്ളേണ്ടത്, ഏത് പ്രകാരമാണ് നാം അതിനെ അതിജീവിക്കേണ്ടത് എന്നതായിട്ടുള്ള കാര്യം നാം അറിയുന്നില്ല. നമ്മൾക്ക് വിദ്യയുണ്ട്, അതേസമയത്ത് നമുക്ക് സാമ്പത്തികവും സാമൂഹ്യപരവുമായിട്ടുള്ള സുരക്ഷിതത്വമുണ്ട്. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ നാം തികച്ചും ഒറ്റയ്ക്കാണ്, അസ്വസ്ഥമാണ്. കാരണം എത്ര തന്നെ സ്നേഹാർദ്രമായിട്ടുള്ള ചുറ്റുപാടുകളായി കഴിഞ്ഞാലും, ധാരണയോടുകൂടിയുള്ളതായിട്ടുള്ള ചുറ്റുപാടുകളായി കഴിഞ്ഞാലും നാം അവയെ വിട്ടുപോകേണ്ട ഒരു സമയമുണ്ട്. ഇതാണ് നമ്മളുടെ നിസ്സഹായത. മറ്റുള്ള എല്ലാ രംഗങ്ങളുടെയും പരിമിതി, ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യത്തിന്റെ മഹത്വം ഇവിടെയാണ്. ആത്മന ആത്മാനം ഉദ്ധരേത് എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് നാം ഗ്രഹിക്കേണ്ടത് എല്ലാ മനുഷ്യർക്കും അവർ പ്രവർത്തിക്കുന്നതായ രംഗങ്ങളെക്കുറിച്ച് ഒരു വീക്ഷണമുണ്ട്. അവർ എന്തായിത്തീരണം എന്ന് അവരുടെ ബുദ്ധിയിൽ ഒരു ആദർശമുണ്ട്.
നാം എന്തായിത്തീരണം എന്നുള്ളത് നമ്മളുടെ വീക്ഷണവും നാം എന്താണ് ഇപ്പോൾ എന്നുള്ളത് നമ്മുടെ യഥാർത്ഥ നിലയുമാണ്. ദ ഐഡിയൽ മീ ആൻഡ് ദി ആക്ച്വൽ മീ. ഈ ആദർശപരമായിട്ടുള്ള ഞാനും ഈ യഥാർത്ഥപരമായിട്ടുള്ള ഞാനും ഒന്നാവും എങ്കിൽ നാം പൂർണ്ണമായും വിജയിച്ചു. ആദർശപരമായിട്ടുള്ള ഞാൻ യഥാർത്ഥപരമായിട്ടുള്ള എന്നിൽ നിന്നും വിദൂരതയുള്ളവനാണെങ്കിൽ നാം എന്നും അകന്നിരിക്കുകയും ചെയ്യും. അന്ത്യം വരെ നാം ഇപ്രകാരമായിരിക്കണം അപ്രകാരമായിരിക്കണം എന്ന് വിചാരിക്കുകയല്ലാതെ നമുക്കൊരിക്കലും അങ്ങനായിത്തീരാൻ സാധ്യമല്ല. മാത്രമല്ല, നാം എപ്പോഴും ഭാവിയിലാണ് ജീവിക്കുന്നത്. നാളെ, മറ്റന്നാൾ, ഒരാഴ്ച കഴിഞ്ഞാൽ ഒരിക്കലും നാം വർത്തമാനകാലത്തിൽ ജീവിക്കുന്നില്ല. ഈ രണ്ട് ഭാവങ്ങളെ ഒന്നിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചിരുന്നതായിട്ടുള്ള മാർഗം. നിങ്ങൾ നിങ്ങളെ സമുദ്ധരിക്കൂ എന്ന്. നാം തന്നെ ഒരു ആസൂത്രണം ചെയ്യുന്ന ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കുറച്ച് കഴിയുമ്പോൾ നാം തന്നെ വിചാരിക്കുന്നു അത് ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? നാം തന്നെ, വേറെ ആരെങ്കിലും നമ്മുടെ ആ ആസൂത്രണത്തെ എതിർത്തിട്ടോ ചോദ്യം ചെയ്തിട്ടോ അല്ല, നമുക്ക് തന്നെ അത് പ്രായോഗികമാക്കുവാനുള്ളതായിട്ടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു. പരിശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. പരിശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ പ്രതിബന്ധ സാധ്യതകളെ കുറിച്ച് നാം ചിന്തിക്കുന്നു. പ്രതിബന്ധം ഉണ്ടായിട്ടല്ല, അതിനെക്കുറിച്ച് നാം വിഭാവനം ചെയ്യുന്നു. വിഭാവനം ചെയ്യുന്നതോടുകൂടെ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ലക്ഷ്യത്തിൽ നിന്ന് നാം തന്നെ പിൻവാങ്ങുന്നു. ഇതാണ് നാം നമ്മെ തളർത്തുക എന്ന് വെച്ചാൽ. വേറെ ആരുമല്ല, നാം തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥികളും ആഗോള വ്യാപകമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ട്, കുട്ടികളോട് ചോദിക്കുമ്പോൾ അല്ല എങ്ങനെയുണ്ട് എക്സാം കഴിഞ്ഞത്? ഞാൻ അനവധി കുട്ടികളോട് ചോദിക്കുന്നതാണ്. അവർ കേരളത്തിൽ പറയുന്ന ഭാഷ എന്താ പറയുന്നത്? കുഴപ്പമില്ല. ഇങ്ങനെ പറയാം. നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ടെന്ന് പറയും, കുഴപ്പമില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ഒരൊറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത്. എക്സാമിനേഷൻ അടുത്തു കഴിഞ്ഞിട്ട് കുട്ടികൾ പറയും ഇന്ന ദിവസം മുതൽക്ക് പഠിക്കാൻ തുടങ്ങാം. പക്ഷെ ആ ദിവസം ആയിക്കഴിഞ്ഞാൽ നാളെ ആവും, മറ്റന്നാൾ നല്ല ദിവസമാണ്, മറ്റന്നാളായി നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷെ എങ്കിലും അത് മറ്റന്നാളേക്ക് ആവും. മറ്റന്നാൾ കഴിഞ്ഞ് ഇനി 3 ആഴ്ച ഉണ്ടല്ലോ, ആ 3 ആഴ്ചയിൽ അന്ന് തുടങ്ങാം. അതങ്ങനെ എക്സാമിനേഷൻ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച തുടങ്ങും. വ്യാഴാഴ്ച നല്ല ദിവസമാണ്. 3 മണിക്ക് 3 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. 3 മണിക്ക് എഴുന്നേൽക്കുന്നു. 3 മണിക്ക് 4 മണിക്ക് തുടങ്ങിയാൽ മതി, വീണ്ടും കിടക്കുന്നു. അപ്പൊ നാം നേരത്തെ തീരുമാനിക്കുന്നു 3 മണിക്ക് ആ ഇച്ഛ പ്രകാരം നമ്മൾ എഴുന്നേൽക്കുന്നു. ഉടനെ തന്നെ കുറച്ചുകൂടെ കിടക്കാം. ആരാ പറയണേ? ഞാൻ തന്നെ എഴുന്നേൽക്കാൻ പറയുന്നു. ഞാൻ തന്നെ കിടന്നോളൂ. ഈ വ്യക്തിത്വമാണ് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ഈ 2 വ്യക്തിത്വമാണ് നമ്മളുടെ സംഘർഷ നിരകൾക്ക് കാരണം. ഒന്ന് നമ്മെ ശ്രേഷ്ഠപരമായിട്ടുള്ള ഭാവത്തിനെ കുറിച്ച് ഉപദേശിപ്പിക്കുന്നു, മറ്റൊരു നേരെ വിപരീതമായിട്ട് ഉപദേശിക്കുന്നു. വേറെ കാര്യമല്ല, നാം തന്നെയാണ്. ഇതിന് നമ്മൾ ആത്മവിശ്വാസമില്ലായ്മ, അലസത, ഉന്മേഷക്കുറവ്, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ളതായിട്ടുള്ള സ്വാധീനതയും നമ്മളുടെ മനസ്സിൽ വന്ന്
നാം മുന്നോട്ട് പോകുന്നതിനെ പ്രതിരോധിക്കുന്നു. ഇതൊരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിൽ. ഭഗവാൻ ആത്മൈവ ഹ്യാത്മനോ ബന്ധു എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധു, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്ന് പറയുമ്പോൾ അതിപ്പോ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എത്ര ആളുകൾക്ക് അത് അറിയാവുന്ന കാര്യമാണ്. അവരവരുടെ കുടുംബാംഗങ്ങൾ ആണ് നമ്മുടെ ശത്രു പറയാറില്ലേ? യാതൊരു പരിചയമില്ല, അവരാണ് നമുക്ക് എല്ലാം വേണ്ടപ്പെട്ടതായിട്ടുള്ള ആള്. കാരണം എന്താ? ഇവർ നിങ്ങളുടെ അടുത്ത ആൾ, അതുകൊണ്ടാണ് കുഴപ്പം. അടുത്ത ആളായത് വേറെ ആരുമല്ല, നമ്മൾ തന്നെ ആൾക്കാർ. നമ്മളുടെ അനശ്വരമായിട്ടുള്ള ഭാരത പൈതൃകത്വത്തിനുള്ളതായിട്ടുള്ള രാഷ്ട്രത്തിന്റെ ദേശീയപരമായിട്ടുള്ള സംസ്കാരത്തിന്റെ മഹിമയെ മറ്റും ഭരണതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ കൊണ്ടുവരുവാൻ ആരാണ് എതിര്? മറ്റുള്ള മതസ്ഥരാണോ? അല്ല, നാം തന്നെയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നാം തന്നെ നമ്മുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി, താൽക്കാലികങ്ങളായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി പലതും നാം ചെയ്യുന്നു. അത് ഏതൊക്കെ തരത്തിലൊരു സംസ്കാരത്തെയും രാഷ്ട്രത്തെയും ബാധിക്കുന്നു നാം അറിയുന്നില്ല. എനിക്ക് നേട്ടം, രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം, ആധികാരികപരമായിട്ടുള്ള നേട്ടം, സ്വജനപക്ഷപാതത്തിലുള്ള നേട്ടം, അതിന് ഏത് വിധത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്യാൻ മടിക്കുന്നില്ല. അത് രാഷ്ട്രത്തിനും പ്രസ്ഥാനത്തിനും നാം പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള സ്ഥാപനത്തിനും സഹായിക്കുമോ? അതിപ്പോ ആ സ്ഥാപനത്തിന് അങ്ങനെ സഹായിക്കണം, എന്റെ കാര്യം നടന്നാൽ പോരെ. അപ്പൊ ആരാണ് അതിന്റെ ശത്രു? നാം തന്നെയാണ്. ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക്, ഒരു കമ്പനിയുടേതായിട്ടുള്ള വളർച്ചയ്ക്ക്, ഒരു പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള വളർച്ചയ്ക്ക് അതിലെ ആൾക്കാർ തന്നെയാണ് ശത്രുക്കൾ, മറ്റുള്ളവരല്ല. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ളത് മാത്രമല്ല, പ്രസ്ഥാനത്തിലും രാഷ്ട്രത്തിലും ദേശീയ തലത്തിലുമൊക്കെ നാം തന്നെയാണ് നമ്മളുടെ ശത്രു, നാം തന്നെയാണ് നമ്മളുടെ ബന്ധു. ആരെങ്കിലും നമ്മോട് പരുഷമായി സംസാരിച്ചു, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ വീക്ഷണത്തിന് എതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നു, ഉടനെ നമുക്കത് സഹിക്കുന്നില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം മനോബുദ്ധികൾക്ക് ദാർഢ്യമില്ല, ഏറ്റവും ശ്രേഷ്ഠമായി ലക്ഷ്യമില്ല. സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ളതായിട്ടുള്ള പരാധീനതകൾ, ഏതെങ്കിലും വിധത്തിലുള്ള അപവാദങ്ങൾ, വിമർശനങ്ങൾ, ഇതെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും നാം ഉടനെ വിചാരിക്കും, അയ്യോ എങ്ങനെയാണ്. ഏറ്റവും സാക്ഷരതയുള്ളതായിട്ടുള്ള കേരളത്തിൽ ആത്മഹത്യയുടെ നിരക്ക് ഏറ്റവും കൂടുതലാണ്. പ്രത്യേകിച്ച് 2-3 വർഷം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള സാക്ഷരതയുള്ളതായിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഒരു സംഘർഷം വരുമ്പോൾ, ഒരു ഭയാനകമായിട്ടുള്ള ചുറ്റുപാടുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ഇങ്ങനെയാണ് ഞാനിതിനെ ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കും, അത് വാസ്തവമാണെന്ന് വിചാരിക്കുന്നു. അത് കുറച്ചു കഴിഞ്ഞാൽ അത് മാറും, അത് സ്ഥിരമായിട്ടിരിക്കുകയില്ല. പക്ഷെ അത് വരുമ്പോൾ അത് വാസ്തവമാണെന്ന് വിചാരിക്കും, ഉടനെ തന്നെ നാം നമ്മെ തളർത്തുന്നു. നാം തളർത്തുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ നശിപ്പിക്കുവാൻ ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങളാണോ അതാണ് നാം കാണുക. പിന്നെ മാത്രമല്ല, ഞാൻ മാത്രം എന്നെ ആശ്രയിച്ചു കഴിയുന്ന കുട്ടികളെന്തെയും അതുകൊണ്ട് കുട്ടികൾക്ക് ആദ്യം വേഷം കൊടുക്കുക, അവരെ ആദ്യം കൊല്ലുക. ഏതൊക്കെ വിധത്തിലുള്ള പൈശാചികങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. എന്താ കാരണം? ഞാനാണ് അവരെ നോക്കുന്നതെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാനും അവരെ കൊല്ലുന്നു. എന്നിട്ട് ഞാനും ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് രണ്ടാളും ഒന്നിച്ചു മരിക്കുന്ന ഇതിന് മേലെ ഒരു നാശമുണ്ടോ? കാരണം പെട്ടെന്നുണ്ടാവുന്നതായിട്ടുള്ള ആഘാതങ്ങൾ, പെട്ടെന്നുണ്ടാവുന്നതായിട്ടുള്ള ചുറ്റുപാടുകളുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വാസ്തവമാണെന്ന് വിചാരിക്കുന്നു. ഒരവസ്ഥയും ലോകത്തിൽ സ്ഥിരമല്ല.
ഒരവസ്ഥയും ഒരുപോലെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നു, ഓ കണ്ടോ അവരങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞത്. അതും കേരളമാണെങ്കിൽ പറയണ്ട. നമ്മളെ തളർത്താൻ പറ്റുന്ന രീതിയിലാണ് അവർ പറയാ. അല്ല കേട്ടില്ലേ ചോദിക്കും ആദ്യം. ഇങ്ങനെ കേട്ടില്ലേ, എന്താണ് ഞാനെന്തിനാ പറയുന്നത്, ഇങ്ങനെയാണ് രണ്ടാമത്തെ വാക്ക്. അല്ല എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാലോ, മൂന്നാമത്തെ. അത് അയാളെ പ്രിപ്പയർ ചെയ്യാണ് നമ്മൾ പറയുന്നതിന് വേണ്ടി. എന്നിട്ടാണ് പറയാ. ഒരാളെ പൂർണ്ണമായി, കാരണം ലോലമായിട്ടുള്ള മനസ്സുള്ളവർ ഏത് വിധത്തിൽ പ്രതികരിക്കും നിങ്ങൾ അറിയുകയില്ല. അച്ഛനമ്മമാർ കുട്ടികളെ ശാസിക്കുമ്പോൾ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന റിപ്പോർട്ട് കേട്ടിട്ടില്ല നിങ്ങൾ? എന്തൊരു കഷ്ടമാണ്. മനസ്സിൽ ബ്രില്യൻ്റായിട്ട്, പക്ഷേ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ല. ബുദ്ധിയുടെ കൂർമ്മതയും ജീവിത യാഥാർത്ഥ്യവും രണ്ടാണ്. കഴിവുണ്ടാവാം, പ്രാഗൽഭ്യമുണ്ടാവാം. റാങ്ക് ഹോൾഡേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു ഇവിടെ. ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയാം. ഒരു സ്ഥിതിയും ഏത് വിദ്യയും എത്രയും വലിയതായിട്ടുള്ള പ്രാവീണ്യവും ഉണ്ടെങ്കിലും ഈ ലോകത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ വിദ്യ കൊണ്ട് എന്ത് കാര്യം? അതായത് ഒരു സ്ഥിതിയും സ്ഥിരമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികൾ പറയാറുണ്ട്, ഒരു മന്ത്രം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കണം. ശ്രീറാം ജയറാം ജയ ജയറാം എന്നതുപോലെ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നതുപോലെ, ഓം നമോ നാരായണായ എന്നതുപോലെ ഒരു മന്ത്രവും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്താ അറിയൂ സ്വാമിജി പറയുന്ന ഒരു മന്ത്രം, ഈവൻ ദിസ് വിൽ പാസ് അവേ എന്ന്. ഇത് മാറും എന്നർത്ഥം. അതായത് ഒരു സംഭവവും ഒരു സ്ഥിതിവിശേഷവും സ്ഥിരമല്ല, ഇതും മാറിപ്പോവും. ഈവൻ ദിസ് വിൽ പാസ് അവേ. അത് സാമ്പത്തികമാവാം, ആരോഗ്യമാവാം, ഐശ്വര്യമാവാം, രോഗമാവാം, അപകടമാവാം, വിമർശനമാവാം, ഭീഷണിയാവാം. ഈവൻ ദിസ് വിൽ പാസ് അവേ. ഇത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. മറ്റുള്ള മന്ത്രങ്ങളോടൊപ്പം ഒരു സ്ഥിതിയും, അതായത് നാം വിചാരിക്കുന്നു ഓ അവര് നമ്മളെക്കുറിച്ച് പറയുകയാണ് എന്ന്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വിമർശിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാ? കാരണം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലേ? മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവുന്നത് നല്ലതല്ലേ? ഈ തരത്തിൽ ചിന്തിച്ചാലോ? അപ്പൊ നിങ്ങൾ അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ് എന്നർത്ഥം. അപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. പോസിറ്റീവായാലും നെഗറ്റീവായി കഴിഞ്ഞാലും ശരി. നല്ല പഴുത്ത മാങ്ങയിലെ കുട്ടികൾക്കായി കല്ലെറിയുള്ളൂ. അതുപോലെ നിങ്ങളെക്കുറിച്ച് വിമർശിക്കുകയാണെങ്കിൽ നിങ്ങൾ വിമർശിക്കാൻ യോഗ്യനാണെന്ന് അർത്ഥം. മാത്രമല്ല വേറൊരു സംഭവം അയാൾ കേട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിമർശിക്കുന്നു, പിന്നെ അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കുന്നു എന്നെക്കുറിച്ച്. നമ്മളെല്ലാവരും അമിതമായി നമ്മെക്കുറിച്ച് ബോധവാനാണ്. എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് അമിതമായ സ്വബോധം, നമ്മെക്കുറിച്ച് അമിതമായിട്ടുള്ള സ്വപ്രാധാന്യം. നടന്നു പോകുന്ന സമയത്ത് ആരെങ്കിലും എതിരായിട്ട് വരികയെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കുന്നു, പ്രസന്റബിൾ ആവാം. അവർ കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് കണ്ടിട്ട് ഒരു ഫോട്ടോജീനിക് കോൺ ആംഗിൾ. ഇപ്പൊ നമ്മളിങ്ങനെ ശരിയാക്കുമ്പോൾ അവരും അതുപോലെ തന്നെ ശരിയാക്കണം, നമ്മൾ കണ്ടോട്ടെ എന്ന്. അപ്പൊ രണ്ടാളും കൂടെ പാസ് ചെയ്യുമ്പോഴോ രണ്ടാളും എന്നെ കണ്ടോട്ടെ എന്ന് പറഞ്ഞു, രണ്ടാളും കാണുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ ഭ്രമം. ഒരു സ്ഥിതി, ഒരു ചുറ്റുപാടുകളും സ്ഥിരമല്ല. എത്ര വേഗം നമുക്കൊരു സമാധാനം ഇത് തരുമറിയോ? നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരണം. പെട്ടെന്നുള്ള സംഘർഷവും പെട്ടെന്നുള്ളതായിട്ടുള്ള നഷ്ടവും പെട്ടെന്നുള്ളതായിട്ടുള്ള പ്രതിബന്ധങ്ങളും പെട്ടെന്നുള്ളതായിട്ടുള്ള ഭീഷണികളും വരുമ്പോൾ ശാന്തമായി അതിനെ നോക്കുക. പെട്ടെന്ന് പ്രതികരിക്കരുത്.
പ്രത്യേകിച്ചിട്ട് ഔദ്യോഗിക തലങ്ങളിലൊക്കെ ഇതായിട്ടുള്ള ആൾക്കാര്. അതുകൊണ്ട് കാമക്രോധോദ്ഭവം വേഗം എന്ന് പറഞ്ഞു അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവനാണെന്നത് നമുക്കൊരു ലെറ്റർ കിട്ടുന്നു. പെട്ടെന്ന് നമുക്കത് ഓരോ സെന്റൻസ് വായിക്കുമ്പോഴേക്കും വളരെ ദേഷ്യം വരുന്നു. ഉടനെ നിങ്ങളതിന് മറുപടി അയക്കരുത്. 2 ദിവസം കഴിയട്ടെ, 3 ദിവസം കഴിയട്ടെ, ഒരാഴ്ച കഴിയട്ടെ, പല പ്രാവശ്യം അത് വായിക്കുക. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആശയങ്ങൾ അതിൽ നിന്ന് വരും. നമുക്കൊരു ക്ഷമയുണ്ടാവും, പുതിയ പുതിയ ആശയങ്ങളുണ്ടാവും. മേലുദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് ശാസിക്കുന്നതായിട്ടുള്ള സമയത്ത് ഉടനെ റെസിഗ്നേഷൻ കൊടുക്കുന്നു. അങ്ങനെ എത്രയോ ആൾക്കാർ പെട്ടെന്നുള്ള പ്രതികരണം. താൻ എന്താണ്? കാരണം അപ്പൊ തന്റെ അഭിമാനത്തിൽ കവിഞ്ഞ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. തനിക്ക് ഭാര്യയുണ്ടെന്നും കുട്ടികളുണ്ടെന്നും അവരെ പ്രവർത്തനെന്നും ചില വിട്ടുവീഴ്ചകൾ വേണമെന്നും ഒന്നും ഒരു ചിന്തയുമില്ല. കാരണം തന്റെ അഭിമാനം. പിന്നെയോ ജീവിതം മുഴുവനും വിഷമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള വൈവിധ്യമാർന്നതായിട്ടുള്ള അനുഭവങ്ങൾ അത് അനുകൂലമാവാം, പ്രതികൂലമാവാം. ഓർമ്മിക്കുക, ഒരനുഭവവും സ്ഥിരമല്ല. അവയൊക്കെ മാറും. മാറാത്തതായിട്ടുള്ള ഒരേ ഒരു ശക്തി സത്യം മാത്രമാണ്. അതെപ്പോഴും ഒരുപോലെ സ്ഥിതി ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നിലനിൽക്കുന്നതാണ്. എന്നാൽ സത്യം നിലനിൽപ്പാണ്. ഇതാണ് വ്യത്യാസം. ബാക്കിയുള്ളതൊക്കെ നിലനിൽക്കുന്നതാണ്, എന്നാൽ സത്യമോ നിലനിൽപ്പാണ്. തരംഗങ്ങൾ സമുദ്രത്തിൽ നിലനിൽക്കുന്നു, സമുദ്രം നിലനിൽപ്പാണ്. പാത്രങ്ങൾ മണ്ണിൽ നിലനിൽക്കുന്നു, മണ്ണോ നിലനിൽപ്പാണ്. മണ്ണില്ലാതെ പാത്രരൂപമുണ്ടാവുകയില്ല, പാത്രരൂപമില്ലാതെയും മണ്ണുണ്ടാവും. അതാണ് വ്യത്യാസം. ഒന്ന് സ്വതന്ത്രം, മറ്റേത് അസ്വതന്ത്രം. അപ്പോൾ വരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ എന്നും അതുപോലെ ഇരിക്കുമെന്ന് ആരും വിചാരിക്കരുത്. നാം നഷ്ടപ്പെടുത്തുന്നത് അമൂല്യമായൊരു ജീവിതത്തെയാണ്. പെട്ടെന്നുണ്ടാവുന്നതായിട്ടുള്ള പ്രതികരണം ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ബന്ധങ്ങൾ ശിഥിലമാക്കുന്നു. പിന്നെ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവുന്നില്ല. ഗണ്യമായി വളരെയധികം ശ്രേഷ്ഠപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള അന്തരീക്ഷത്തെ ഈ ഒരു വീക്ഷണത്തിന്റെ വൈകല്യം കാരണം നാം തകർക്കുന്നു. അതിനാൽ ഉദ്ധരേത് ആത്മനാത്, നിങ്ങളെ സമുദ്ധരിക്കൂ. നിങ്ങൾ തന്നെ നിങ്ങളെ സമുദ്ധരിക്കാൻ പരിശ്രമിക്കണം. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സമൂഹത്തിൽ അംഗമെന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാ രംഗങ്ങളിലും നിങ്ങളെ സമുദ്ധരിക്കണം. നാത്മാനം അവസാദയെ, ഒരിക്കലും നിങ്ങളെ ക്ഷീണിപ്പിക്കരുത്, തളർത്തരുത് എന്നർത്ഥം. മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ഉപയോഗിക്കുക. നിങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ വിമർശിച്ചുള്ള വിരോധമില്ല, പക്ഷേ മറ്റുള്ളവരെ നിങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമില്ല. ആത്മാനം അവസാദയേത്, ഒരിക്കലും നിങ്ങളെ തളർത്തരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധു. അതായത് നിങ്ങളെ സമുദ്ധരിക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ ബന്ധുവാണ്. നിങ്ങളെ തളർത്തുമ്പോഴോ നിങ്ങളുടെ ശത്രുവാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരി പുരാത്മന. അർജുനനെ തളർത്തുകയാണ് യുദ്ധത്തിൽ ചെയ്തത്. അർജുനന്റെ വിഷാദം അർജുനൻ തന്നെയാണ് കാരണം. ആ വിഷാദസ്ഥനായിട്ടുള്ള അർജുനൻ തന്നെ സമുദ്ധരിക്കണം. അതിന് ഭഗവാൻ ഒരു അളവോളം ഉപദേശിക്കാം, പക്ഷെ ഉദ്ധരിക്കേണ്ടത് അർജുനൻ തന്നെയാണ്. നാം ഒന്നിച്ചുറങ്ങാൻ പോവും, പക്ഷേ ഓരോ ആൾക്കാരും ഉറങ്ങുന്നത് അവർ ഒറ്റയ്ക്കായിരിക്കും. നമുക്ക് പറയാം ഉറങ്ങാൻ പോവാമെന്ന്, ഒന്നിച്ച് കിടക്കാൻ പോവാം, പക്ഷെ ഒന്നിച്ചുറങ്ങാൻ പോവാൻ സാധ്യമല്ല.
ഇന്ന് എല്ലാറ്റിനും അസോസിയേഷൻ ഉണ്ട്. അപ്പോ ഇതും അതായത് നമുക്ക് എല്ലാവർക്കും സംഘടിച്ച് നിദ്രയിലോട്ട് പോകാം. ശ്രമിക്കൂ. യൂണിയൻ അവിടെ സ്ഥാനമില്ല. യൂണിയൻ പരാജയപ്പെടുന്ന രംഗം തത്വശാസ്ത്രത്തിലാണ്, ഫിലോസഫിയിലാണ്. നിങ്ങൾ ഉദ്ധരിക്കണമെന്ന് പറയുമ്പോൾ വേറെ ആർക്കും നിങ്ങളെ ഉദ്ധരിക്കാൻ പറ്റുകയില്ല. ഓരോരുത്തരും സ്വയമാണ് നിദ്രയിലോട്ട് പ്രവേശിക്കുന്നത്. അത് ഒറ്റയ്ക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് സമുദ്ധരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധുവും, അതല്ല നിങ്ങൾ നിങ്ങളെ വൈകാരികമായി തളർത്തുമ്പോൾ, പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളെ ആലോചിച്ചുകൊണ്ട് അവയൊക്കെ മാർഗത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ തളർത്തുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു. ഇനി നിങ്ങളെ സമുദ്ധരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടാലും ഒരു സുഖമുണ്ടാവും. നോക്കിയിട്ടുണ്ടോ? അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. പൂർണ്ണമായിട്ടും നാം വേണ്ട വിധത്തിൽ ഊർജം സമാഹരിച്ചുകൊണ്ട് പര്യാപ്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോയി പരാജയപ്പെട്ടുവെങ്കിലും നമുക്കതിലൊരു സ്വാസ്ഥ്യമുണ്ടാവും, ഒരു ധൈര്യമുണ്ടാവും. കാരണം നാം വേണ്ടത് ചെയ്തു എന്നുള്ളത്. സ്കൂളിലല്ല യഥാർത്ഥത്തിൽ സ്പോർട്സിന്റെ മഹത്വം. ആ കളിയിൽ നാം സ്വയം നിമഗ്നമാകുമ്പോഴാണ്. കളിക്കാനുള്ള അവസരം തന്നെയാണ്, അല്ല ജയത്തിലല്ല. മാക്സിമം നമുക്കത് ചെയ്യാൻ സാധിച്ചു. അതിലാരും ജയപരാജയങ്ങളില്ല. അതുകൊണ്ടാണല്ലോ റെസ്ലേഴ്സൊക്കെ മറ്റേ റെസ്ലിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് രണ്ടാളും ഷേക്ക് ഹാൻഡ് എടുത്ത് പിരിയുന്നു. അതാണ് സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അല്ല, അതിൽ സൗഹൃദം നഷ്ടപ്പെടുന്നില്ല, സ്നേഹം നഷ്ടപ്പെടുന്നില്ല. ജയിച്ചാളും തോറ്റാളും തമ്മിൽ സമാശ്ലേഷിക്കുന്നു ആനന്ദത്തിൽ. കാരണം എന്താ? ആണ് കളിയുടെ സാഫല്യം. ഇത് കളിയിലുള്ള ദൈവമാണ്. അപ്പൊ ഒരിക്കലും നിങ്ങളെ തളർത്തരുത്, ഒരിക്കലും നിങ്ങളെ ശപിക്കരുത് എന്നർത്ഥം. നാം തന്നെ നമ്മെ സമുദ്രിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പരിമിതികളെയും എല്ലാ വൈകല്യങ്ങളെയും നാം പുനഃസംഘടിപ്പിക്കണം എന്നർത്ഥം. നമ്മുടെ ഉള്ളിൽ അനന്തമായ ശക്തികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ആ ശക്തിയെക്കുറിച്ച് നാം ബോധവാനല്ല. ഹനുമാന് പോലും ഈ ഒരു വൈകല്യം ഉണ്ടായിരുന്നു. തെക്ക് ദിശയിലോട്ട് പോകുന്നതായിട്ടുള്ള വാനരന്മാർ സമ്പാദയുടെ മാർഗദർശന പ്രകാരം സീത ഇന്ന സ്ഥലത്താണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണം, വേറൊരു വഴിയില്ല, നീ എങ്ങനെയാണ് സമുദ്രം കടക്കുക എന്നുള്ളതായി. എല്ലാവരും അവരുടെ കാർന്നവരായിട്ടുള്ള ജാമ്പുവാനെ സമീപിച്ചു. അദ്ദേഹത്തിന് അങ്ങനെയല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. രാമേശ്വരത്ത് നിന്നാണ് ഹനുമാൻ ചാടിയെന്നാണ് പറയണത്. രാമേശ്വരത്ത് നിന്ന് ശ്രീലങ്കയിലുള്ളതായിട്ടുള്ള സീ ഡിസ്റ്റൻസ് 40 കിലോമീറ്റേഴ്സാണ്. അപ്പൊ അത്രയും ദൂരം അദ്ദേഹം ചാടിയിട്ടുണ്ടാവണം എന്നർത്ഥം. ഇന്നും രാമേശ്വരത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹനുമാൻ ചാടിയ സ്ഥലം കാണാം. ശ്രീരാമപാദം ക്ഷേത്രമുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം ശ്രീറാം എന്നുള്ളതായിട്ടുള്ള വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ചാടിയത്. ആധ്യാത്മരാമായണത്തിൽ പറയുന്നു, ഏതൊരു നാമത്തെ ഉച്ചരിച്ചാലാണോ സീമയില്ലാത്തതായിട്ടുള്ള സംസാര സമുദ്രം തരണം ചെയ്യാൻ സാധിക്കുമെന്നിരിക്കെ രാമകാര്യത്തിന് വേണ്ടി പോകുന്നതായിട്ടുള്ള സമയത്ത് ഈ ലോക്കൽ സമുദ്രം തരണം ചെയ്യാൻ വല്ല വിഷമമുണ്ടോ? അപ്പോൾ എല്ലാവരും ചെന്ന് ഹനുമാനോട് പറഞ്ഞ സമയത്ത് ജാമ്പവാനോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം കണ്ണൊക്കെ ഇങ്ങനെ നോക്കി ഉയർത്തി. കാരണം അതൊക്കെ പ്രായം കൊണ്ട് അടഞ്ഞിരിക്കുകയാണ്. ഇത് ചെറിയ ഡിസ്റ്റൻസാണ്. ഞാൻ ഇവിടുന്ന് ഒരു പക്ഷേ ചാടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുന്നത് ശ്രീലങ്കയിലൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ മൊറീഷ്യസിലേക്കായിരിക്കും പോയിട്ട് ഇറങ്ങുക. അതുകൊണ്ട് എനിക്കിത് പറ്റില്ല, ഹനുമാൻ ചാടിയാൽ മതി. ഹനുമാനോട് പറയുന്നു തൻ്റെ ശക്തിയെക്കുറിച്ച്, തൻ്റെ ഉള്ളിൽ അന്തർലീനമായ ശക്തിയെക്കുറിച്ച്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വേണ്ടത് ഒരു പുതിയ ശാസ്ത്രമാണ്.
രസതന്ത്രത്തോടൊപ്പം, ഊർജതന്ത്രത്തോടൊപ്പം, സാമൂഹ്യക്ഷേമ ശാസ്ത്രത്തോടൊപ്പം, മാത്തമാറ്റിക്സിനോടൊപ്പം, സസ്യശാസ്ത്രത്തോടൊപ്പം, ബോട്ടണിയോടൊപ്പം, കെമിസ്ട്രിയോടൊപ്പം വേറൊരു ശാസ്ത്രവും കൂടെ വേണം. മനുഷ്യന്റെ അനന്ത സാധ്യതകളെ ഉദ്ദീപിക്കുവാനുള്ള ശാസ്ത്രം, ദ സയൻസ് ഓഫ് ഹ്യൂമൻ പോസിബിലിറ്റീസ്. മനുഷ്യന്റെ അനന്ത സാധ്യതകളെ ഉദ്ദീപിക്കുവാനുള്ള ശക്തിയാണ് ആധ്യാത്മികമായിട്ടുള്ള ശാസ്ത്രം. അത് നാം തന്നെ സ്വയം തീരുമാനിക്കും. നാം തന്നെ പറയാൻ സാധിക്കില്ല, എനിക്ക് നടക്കില്ല, എനിക്ക് സാധിക്കില്ല, എനിക്ക് സാധിക്കില്ല. എത്രയെത്ര കലാകാരന്മാർ, എത്രയെത്ര സ്പോർട്സ്മാൻമാർ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര, അതായത് നമ്മുടെ കുട്ടികളിലുള്ളതായിട്ടുള്ള അനന്തമായിട്ടുള്ള കഴിവുകളെ രക്ഷിതാക്കന്മാർ തന്നെ കാണുന്നില്ല. അതിനുള്ള ചുറ്റുപാടുകൾ നാം സൃഷ്ടിക്കുന്നില്ല. നമ്മുടെ ഇച്ഛ അവരെ അടിച്ചേൽപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും അവരിലുള്ള അനന്തമായ ശക്തികളെ കുറിച്ച് നാം ഒട്ടും അറിയുന്നില്ല. അത് അവർ അറിയണം മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം. പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടാലും ശരി, വിരോധമില്ല, വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കണം. ജീവിതത്തിൽ പരാജയമില്ല. അത് ആവർത്തിച്ച് അനുഷ്ഠിക്കുന്ന സമയത്ത് അതിന് നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. ഇതിന് ഈ ഒരു ആശയം വേണം. അതായത് കൃഷ്ണൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, എല്ലാം ഞാൻ ഏറ്റെടുക്കാമെന്ന്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ അതിന് കിട്ടില്ല എന്നർത്ഥം. സ്വപരിശ്രമം ആവശ്യമാണ്. അതല്ലാതെ നമുക്ക് സമുദ്ധരിക്കാൻ സാധ്യമല്ല. ഈശ്വര അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് പരിശ്രമിക്കാൻ തന്നെ സാധിക്കുന്നത്. അല്ലാതെ സാധ്യമല്ല. പരിശ്രമം ചെയ്തു കഴിഞ്ഞാലോ അനുഗ്രഹം വരും. അതായത് ഒന്നും ചെയ്യാതെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുമെന്ന് വിചാരിച്ചാൽ ഈ ഭഗവാൻ അതിന് സമ്മതിക്കുന്നില്ല എന്നർത്ഥം. അതല്ല, നാം തന്നെ നമ്മെ സ്വയം സമുദ്ധരിക്കണമെന്ന് പറയുന്ന സമയത്ത് മനുഷ്യ പ്രയത്നത്തിന്റെ മൂല്യത്തെ ആധ്യാത്മിക ശാസ്ത്രം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. നാം ഇന്ന് കാണുന്നതായിട്ടുള്ള ലോകത്തിലുള്ള സമസ്ത നേട്ടങ്ങളും, ഭൗതികങ്ങളായ സമസ്ത നേട്ടങ്ങളും മനുഷ്യ പ്രയത്നം കൊണ്ടുണ്ടായതാണ്. ഈ പ്രയത്നത്തിന്റെ കാലംശം വരെ നമുക്ക് ആധ്യാത്മികപരമായിട്ടുള്ള ഉന്നതത്തിലെത്താൻ, പക്ഷെ ആ പരിശ്രമിക്കേണ്ട രീതി നമുക്കറിയുന്നില്ല എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. കൂടുതൽ സമയം നാം ചെലവഴിക്കുന്നു, അത്ര വേണ്ട, ആവശ്യമില്ല. കൂടുതൽ സമയം പ്രവർത്തിച്ചതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. കുറഞ്ഞ സമയം പ്രവർത്തിച്ചതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടാതിരിക്കണമെന്നുമില്ല. പര്യാപ്തമായിട്ടുള്ള പരിശ്രമം, സമുചിതമായിട്ടുള്ള പരിശ്രമം, ഇത് രണ്ടെണ്ണം ഓർമ്മിക്കുക. സമുചിതവും പര്യാപ്തം. സമുചിതവും പര്യാപ്തവുമായിട്ടുള്ള ശ്രമം ഏത് ലക്ഷ്യപ്രാപ്തിക്കും ആവശ്യമാണ്. അപ്പൊ ഈ സമുചിതവും പര്യാപ്തവും ഏത് പ്രകാരമെന്ന് ഓരോരുത്തരും നിശ്ചയിക്കണം. വളരെ നേരം ഇരുന്ന് പഠിക്കുന്നതായ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ തോൽക്കാം. കുറച്ചു നേരം ഇരുന്ന് പഠിക്കുന്നതായിട്ട് വിദ്യാർത്ഥി പരീക്ഷയിൽ ജയിക്കാം. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? പര്യാപ്തത, സമുചിതത്വം. ഇത് രണ്ടും നാം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നാം ഏത് പ്രവർത്തന രംഗത്താണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന രംഗത്തിൽ നമുക്ക് വിജയം കൊയ്യാം. സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ തളർത്തരുത്, ഒരിക്കലും നിങ്ങളെ ശപിക്കരുത്. എന്തുകൊണ്ടാണ് നാം മറ്റുള്ളവരോടൊക്കെ ദേഷ്യപ്പെടുന്നത്, ശപിക്കുന്നത്? നാം നമ്മളെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാറ്റിനെയും നമുക്ക് ശപിക്കാൻ തോന്നും. നമ്മളെ നാം ബഹുമാനിക്കുമ്പോൾ മറ്റുള്ളവരെ നാം ബഹുമാനിക്കുന്നു. അടുത്ത ശ്ലോകം. അതിനാൽ നാം തന്നെയാണ് നമ്മളുടെ ബന്ധു, നാം തന്നെയാണ് നമ്മളുടെ ശത്രു.